എവിടെയാണ് പിതാക്കളെ, എവിടെയാണ് എന്റെ പെങ്ങളെ സമാധാനമുള്ളത്, സന്തോഷമുള്ളത്? മക്കൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇല്ല എന്ന് വിഷമേ ഉള്ളൂ. ഉണ്ടായിപ്പോയല്ലോ എന്ന് പറയുന്ന എത്ര വലിയ ഹാജിമാരുണ്ട്, ഹജ്ജുമ്മമാരുണ്ട്. കഅബാലയത്തിന്റെ കില്ല പിടിക്കാൻ അവസരം ലഭിച്ചു പോയ എത്ര വലിയ ഹാജിമാരും ഹജ്ജുമ്മമാരും ഈ മക്കളെ കൊണ്ട് കുടുങ്ങിയല്ലോ എന്നുള്ള കാരണം മനസ്സ് പതറുകയാണ്. എന്തൊക്കെയോ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി ആരാണ് ഉമ്മ? അൽവാലിദു ഔസതു അബ്വാബിൽ ജന്ന. സ്വർഗത്തിലെ കവാടങ്ങളിൽ ധാരാളം സ്വർഗത്തിൽ കവാടങ്ങളുണ്ട്. സ്വർഗത്തിന്റെ കവാടങ്ങളിൽ പ്രധാനപ്പെട്ട കവാടം ഏതാണ്? അല്ലയോ സ്വഹാബികളെ, അത് നമ്മുടെ ഉപ്പയാകുന്നു. അൽവാലിദു ഔസതു അബ്വാബിൽ ജന്ന. സ്വർഗത്തിലെ കവാടങ്ങളിലെ ഏറ്റവും കുളിർമയുള്ളതും പ്രധാനമുള്ളതും അത് വാപ്പയാണ്, അത് ഉപ്പയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ഉപ്പ ആരാണെന്ന് തിരിയാത്ത, ഉമ്മയെക്കുറിച്ച് പോലും അറിയുന്ന കുട്ടികൾ, പക്ഷെ അവർക്ക് ഉപ്പയെ അറിയുന്നില്ല. ഞാൻ വേദനാജനകമായ രൂപത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്, ആ കുട്ടികൾക്ക് മോനെ നമ്മുടെ ഉപ്പ ആരാൻ ഇത് പഠിപ്പിക്കുന്നത് ആദ്യമായി പരിശുദ്ധ ഖുർആനിലെ ഒരക്ഷരം പഠിപ്പിക്കുന്ന, നമ്മുടെ മദ്രസയിലെ 1-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അഭിവന്ദ്യരായ ഉസ്താദുമാർ, അവരുടെ പദവി എത്രയാണെന്നറിയോ? നമുക്ക് ചെറുതാക്കാനുണ്ട്, നമുക്ക് കൊച്ചാക്കാനുണ്ട്, ചിലപ്പോഴൊക്കെ മുഖത്തടിക്കാൻ വരെ പല ആളുകളും തുനിയുന്നുണ്ട്. അഭിവന്ദ്യരായ ഉസ്താദുമാരുടെ ഞാനിപ്പോൾ വരുമ്പോൾ ഒരു വീഡിയോ കണ്ടു, മനസ്സ് വല്ലാതെ പതറിപ്പോയി. സ്വന്തം മക്കൾക്ക് ദീന് പഠിപ്പിക്കുന്ന ആരാണ് ഉമ്മ? മോരെ, ഉമ്മ എന്ന് പറഞ്ഞാൽ മാമിൻ വലദിൽ യൻദുറു ഇലാ വാലിദൈഹി നദറ റഹ്മാ. പൊന്നുമ്മയുടെ വാപ്പയുടെ മുഖത്ത് സന്തോഷത്തോടൊരു നോട്ടം നോക്കുന്ന മക്കൾക്ക് കഅബാലയത്തിന്റെ കില്ല പിടിച്ച് ഹജ്ജ് ചെയ്ത പ്രതിഫലമാണെന്ന് പഠിപ്പിക്കുന്ന അഭിവന്ദ്യരായ നമ്മുടെ ഉസ്താദുമാർ, നമുക്ക് നമ്മുടെ കുട്ടികളെ വളർത്താൻ 5 വയസ്സുള്ള 8 വയസ്സുള്ള 10 വയസ്സുള്ള മക്കളെ പോലും നമുക്ക് പോറ്റാൻ കഴിയുന്നില്ല. നമുക്കൊന്ന് കൈപിടിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ഉസ്താദെ ദ്വാരക്കണം, മക്കള് പറഞ്ഞാൽ കേൾക്കുന്നില്ല, എന്ത് പറഞ്ഞാലും മക്കള് കേൾക്കുന്നില്ല എന്നിങ്ങനെ എത്ര പിതാക്കളും ഉമ്മമാരും പറയുന്നു. എന്നാൽ ആ കുട്ടികളെ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു ചെറിയ രൂപത്തിൽ ഒരു ഹിക്മത്തോടുകൂടെ എന്തെങ്കിലും കുട്ടികളോടൊന്ന് പറയുകയോ തലയോടുകയോ, അതല്ലെങ്കിൽ ഒരു ചെറിയ രൂപത്തിൽ ഒരു ശിക്ഷ നൽകുമ്പോഴേക്കും ആ ഉസ്താദിന്റെ മുഖത്തടിക്കുന്ന കവളത്തടിക്കുന്നവൻ മലയാള മണ്ണിലും മറ്റു സ്ഥലങ്ങളിലും വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, മാതാപിതാക്കളെ, അല്ലാഹു തആല നമുക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട നിഅമത്ത് നമ്മുടെ മക്കളാണ്. നമ്മുടെ മക്കളെങ്ങാനും നഷ്ടപ്പെട്ടു പോയാൽ